ഒരു വെൻഡോ 1.6 കംപ്ലൈന്റ് ഓയിൽ വാണിംഗ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, എഞ്ചിൻ ഓയിലിന്റെ വാണിംഗ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, റെഡ് വാണിംഗ് കേട്ടോ. അപ്പൊ എന്താന്ന് ചെക്ക് ചെയ്യുന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഒന്നും കാണിച്ചു തരാം. ഒന്ന് ഇതുണ്ടോ കളർ ഇരിക്കുന്നുണ്ടോ, രണ്ട് കളർ ഇരിക്കുന്നുണ്ടോ? ഇത് ഓയിൽ സമ്പിനകത്തൊരു കോട്ടിങ് വന്നേക്കുന്നുണ്ടോ? ഈ കോട്ടിങ് കംപ്ലീറ്റ് കണ്ടോ ഇളകുന്നുണ്ടോ? ഈ കോട്ടിങ് കംപ്ലീറ്റ് ഇളകിയിട്ട് നമ്മുടെ എഞ്ചിൻ ഓയിലിൽ മിക്സ് ആയിട്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഇത് മൊത്തം എഞ്ചിൻ ഓയിലിൽ മിക്സ് ആയിട്ട് ഈ കാണുന്നത് ഓയിൽ സ്റ്റെയിനർ എന്ന് പറയും. അതായത് ഓയിൽ പമ്പിൻ്റെ അടിയിൽ വരുന്നൊരു ഫിൽറ്ററോട് കൂടിയിട്ടുള്ളൊരു സ്റ്റെയിനറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നേരെ ഇതുവഴിയാണ് എഞ്ചിൻ ഓയിൽ മേലിലോട്ട്, ഓയിൽ സമ്പിൽ നിന്ന് മേലിലോട്ട്, അതായത് ഹെഡിലോട്ടൊക്കെ ഓയിൽ എത്തിക്കുന്നത് ഇതുവഴിയാണ്. മെയിനായിട്ട് വലിച്ചെടുക്കുന്നത് ഓയിൽ പമ്പ് വലിച്ചെടുക്കുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കേണ്ട. ഇതൊന്നും കാണിച്ചു തരാൻ നോക്കിക്കോണേ. ഇതുണ്ടോ, ഇത് കംപ്ലീറ്റ് ഈ കോട്ടിങ്, ഓയിൽ സമ്പിൻ്റെ കോട്ടിങ് മൊത്തം ഇതിനകത്തോട്ട് കയറിയിട്ട് ഈ സ്റ്റെയിനറിനകത്തോട്ട് കയറിയിട്ട് സ്റ്റെയിനർ ഫുള്ള് ബ്ലോക്കായി പോയിട്ടാ. ഇതാണ് അവസ്ഥ. ഫുള്ള് ബ്ലോക്കായിട്ട് ഓയിൽ മേളിലോട്ട് വരാത്ത രീതിയിൽ, പ്രഷർ കിട്ടാത്ത രീതിയിലായിട്ടാണ്. അപ്പോൾ എഞ്ചിനുള്ളിൽ മേലോട്ട് പ്രഷർ കിട്ടുന്നതില്ല. അതായിരുന്നു നമ്മുടെ മെയിൻ പ്രശ്നം. അപ്പോൾ സൗണ്ട് ഭയങ്കര വ്യത്യാസമായിരുന്നു, വണ്ടിക്ക് ഓയിൽ വാണിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാര്യം കാണണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഓയിൽ സമ്പ് കുറഞ്ഞ ക്വാളിറ്റിയുടെ ആയിരിക്കണം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കോട്ടിങ് വന്നേക്കണേ. അപ്പോൾ ഈ കോട്ടിങ് ആണ് ഈ മൊത്തം പൊളിഞ്ഞ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഊറ്റുമ്പോൾ ഇതുപോലെ സ്ലഡ്ജുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേസ്റ്റോ കച്ചറ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഇതുപോലെ ഓയിൽ പമ്പിനകത്തോ അല്ലെങ്കിൽ ഓയിൽ സ്റ്റേഷനകത്തോ ഇതുപോലെ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവാം. അപ്പോൾ ഇത് നമ്മുടെ നേരെ ഇതിപ്പോൾ ഇതിനകത്തൊരു ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. ഇത് ഫുൾ കംപ്ലീറ്റ് മെയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പോകുന്ന റൂട്ടൊക്കെ മൊത്തം ബ്ലോക്ക് ആയി പോയിട്ട് ഓയിലിൻ്റെ പാസേജുകൾ കയറി ബ്ലോക്ക് ആയി പോകും. അങ്ങനെ ബ്ലോക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ പണിയാവും. ഈ സ്റ്റെയിനർ ബ്ലോക്കായി തന്നെ അത്യാവശ്യം നല്ല എമൗണ്ടിൻ്റെ ബില്ല് വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്യാമൊക്കെ ബെൻഡായി പോലെ ക്യാമൊക്കെ പിടിച്ചു പോവാം, ക്രാങ്കിന് കംപ്ലൈൻറ്റ് വരാം, എഞ്ചിൻ ഫുള്ള് പണിയേണ്ട അവസ്ഥ വരും കേട്ടോ. ഒരു രൂപ മേലോട്ടൊക്കെ ചിലവ് വരും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തൊക്കെ ഓയിലൊക്കെ മാറുന്ന സമയങ്ങളിൽ ഇതുപോലെ വല്ല അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ, ഓയിലൊക്കെ അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ, ഓയിൽ ഒരുപാട് കളർ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താ കംപ്ലൈൻ്റ് എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോ. നല്ല എമൗണ്ട്, നല്ല ചിലവ് വരും. നമ്മളിത് കണ്ട് വലിയ ചിലവില്ലാതെ നമ്മൾ ഓൾറെഡി ഹെഡ് നോക്കി വണ്ടിയുണ്ടാവും. വലിയ ചിലവില്ലാണ്ട് ക്ലീനാക്കി റെഡിയാക്കി ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക്. നമുക്കത് ക്ലീനാക്കി സെറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ സംഭവം വണ്ടി പക്കിയോ നല്ല സ്മൂത്ത് ആവും കേട്ടോ.